പോകുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സിനെ കുറിച്ചാണ്. ട്രാൻസ്ഡ്യൂസേഴ്സും ട്രാൻസ്ഡ്യൂസറിൻ്റെ ടൈപ്പുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്ഡ്യൂസറിനെ കുറിച്ച് പറയാം. ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ എന്താ? ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ. ഒരു ട്രാൻസ്ഡ്യൂസർ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ലൈക്ക് ഹീറ്റ്, ടെമ്പറേച്ചർ, വെലോസിറ്റി, ആക്സലറേഷനൊക്കെ നമ്മൾ വോൾട്ടേജ് ഓർ കറണ്ടിലേക്ക് മാറ്റുന്നു. ട്രാൻസ്ഡ്യൂസറിന് 2 പാർട്ടാണുള്ളത്. ഒന്നൊരു സെൻസിങ് എലമെൻറ്റും ഒന്ന് ഒരു ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റും. ഓക്കെ, ഈ സെൻസിങ് എലമെൻറ്റിനെ നമ്മൾ സെൻസർ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ഡിവൈസ് പ്രൊഡ്യൂസിങ് മെഷറബിൾ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ഫിസിക്കൽ കണ്ടീഷൻ. സെൻസർ എന്താ ചെയ്യുന്നത്? നമ്മുടെ ചേഞ്ച് ഇൻ ഫിസിക്കൽ കണ്ടീഷൻ സെൻസ് ചെയ്തിട്ട് അതിനൊരു മെഷറബിൾ റെസ്പോൺസ് കൊടുക്കുന്നു. ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ് എന്താ ചെയ്യുന്നത്? സെൻസറിൻ്റെ ഔട്ട്പുട്ടിനെ സ്യൂട്ടബിൾ ഇലക്ട്രിക്കൽ ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, ഇലക്ട്രിക്കൽ ആംപ്ലിഫിക്കേഷൻ ആൻഡ് അറ്റനുവേഷൻ ക്യാൻ ബി ഡൺ ഈസിലി ആൻഡ് ദാറ്റ് ടു വിത്ത് സ്റ്റാറ്റിക് ഡിവൈസസ്. നമുക്ക് ഒരിടത്ത് ഇരിക്കുന്ന ഡിവൈസസ് വെച്ച് ആംപ്ലിഫിക്കേഷനും അറ്റനുവേഷനും ഈസിലി ചെയ്യാൻ പറ്റും. പിന്നെ മാസ് ഇനേർഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിയാമല്ലോ. അതിൻ്റെ ഇഫക്റ്റ് ഭയങ്കര കുറവാണ്. ഇനേർഷ്യൽ എഫക്റ്റ്, ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കുറവാണ്. പിന്നെ ഇലക്ട്രോണിക് സിസ്റ്റംസ് നമുക്ക് സ്മോൾ പവറിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഔട്ട്പുട്ട് പെട്ടെന്ന് കിട്ടും, ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ IC എന്ന് പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അത് ഭയങ്കരമായിട്ട് റവല്യൂഷനൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പല ഫീൽഡ് ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ ഫീൽഡുകളിലും ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസിലും എല്ലാം ICസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോൾ ഉണ്ട്. അപ്പോൾ ICസിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അപ്പം അതുകൊണ്ട് അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. പിന്നെ ടെലിമെട്രിയിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ: ആക്റ്റീവ്, പാസീവ്. ബേസിക് ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു ബേസിസ് ഓഫ് ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അനലോഗ്, ഡിജിറ്റൽ, പ്രൈമറി, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ എന്താ? ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുകയാണ്. സോ നോബഡി ഈസ് ദാറ്റ് ടു ഫോഴ്സ് മീ, അല്ലേ? ആരും എന്നെ ഫോഴ്സ് ചെയ്യണ്ട പഠിക്കാനായിട്ട്. ബട്ട് ഇഫ് ഐ എം എ പാസീവ് വൺ, സം എക്സ്റ്റേണൽ ഫോഴ്സസ് റിക്വയർഡ്. അതുപോലെ ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവർ വേണ്ട. ആരും വെളിയിൽ നിന്ന് പുഷ് ചെയ്യേണ്ടത് വർക്ക് ചെയ്യാൻ. ഓക്കെ, അതിൻ്റെ ഓപ്പറേഷന് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവർ വേണ്ട. അവരെ നമ്മൾ സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നു. അതിൽ നമ്മൾ ടാക്കോ ജനറേറ്റേഴ്സ് പറയുന്നുണ്ട്, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് പറയുന്നുണ്ട്, തെർമോകപ്പിൾ പറയുന്നുണ്ട്, ഫോട്ടോ വോൾട്ടൈക് സെല്ല് പറയുന്നുണ്ട്. അപ്പം ഈ ടാക്കോ ജനറേറ്റർ ആയിക്കോട്ടെ, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ആയിക്കോട്ടെ, തെർമോകപ്പിൾ ആയിക്കോട്ടെ, ഫോട്ടോ വോൾട്ടൈക് സെൽ ആയിക്കോട്ടെ, അവരിൽ നമ്മൾ എക്സ്റ്റേണൽ പവർ കൊടുക്കണ്ട. അവർ ഓട്ടോമാറ്റിക്കലി സെൽഫ് ജനറേറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്തോളും. പാസീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്റ്റേണൽ DC സോഴ്സ് പവർ, ഒരു DC പവർ സപ്ലൈ കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു ഓഡിയോ ഫ്രീക്വൻസി ജനറേറ്റർ യൂസ് ചെയ്ത് എക്സ്റ്റേണൽ പവർ സപ്ലൈ ആയിട്ട് കൊടുത്തുകൊണ്ട് മാത്രമേ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ട്രാൻസ്ഡ്യൂസേഴ്സിൽ റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് സിഗ്നൽ റെസിസ്റ്റൻസിൻ്റെ വേരിയേഷനായിട്ട്, കപ്പാസിറ്റൻസിൻ്റെ വേരിയേഷനായിട്ട്, ഇൻഡക്റ്റൻസിൻ്റെ വേരിയേഷനായിട്ടൊക്കെയാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അപ്പം അതാണ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ കേസിൽ പറയുന്നത്. പിന്നെ അതിന് എക്സാമ്പിളാണ് തെർമിസ്റ്റർ, പൊട്ടൻഷ്യോമീറ്റർ ടൈപ്പ് എക്സെട്ര. അപ്പം നമ്മൾ ആക്റ്റീവ്, പാസീവ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായിട്ട് പറഞ്ഞത്. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവർ കൊടുക്കണ്ട. വേറാസ് ഇൻ കേസ് ഓഫ് എ പാസീവ് ജനറേറ്റർ വി ആർ ഗിവിങ് സം എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവർ. ഒരു DC പവർ സപ്ലൈ ഓർ ആൻ ഓഡിയോ ഫ്രീക്വൻസി ജനറേറ്റർ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഔട്ട്പുട്ട് സിഗ്നൽ ഇൻ ഫോം ഓഫ് വേരിയേഷൻ ഇൻ ഇലക്ട്രിക്കൽ പാരാമീറ്റർ ലൈക്ക് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് ഓർ ഇൻഡക്റ്റൻസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി പ്രൈമറി, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ കേസിലേക്ക് പോകാം. പ്രൈമറി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടെന്ന് വെച്ചോ, അതിലൊരു മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഡിവൈസ് കാണാൻ സാധ്യതയുണ്ട്. ഈ മെക്കാനിക്കൽ ഡിവൈസ് എന്ത് ചെയ്യും? ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഒരു മെക്കാനിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഒരു മെക്കാനിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെക്കാനിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് പ്രൈമറി ട്രാൻസ്ഡ്യൂസറും, ഈ നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മെക്കാനിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മളൊരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറുമായിട്ട് പറയുന്നു. ഓക്കെ, സോ
പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്? അവർ മെക്കാനിക്കൽ ഡിവൈസസ് ആണ്. ദേ ഡീൽ വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ആൻഡ് ദേ കൺവേർട്ട് ഇറ്റ് ഇൻ ടു മെക്കാനിക്കൽ സിഗ്നൽ. ഇനി ഇലക്ട്രിക്കൽ ഡിവൈസ് ദാറ്റ് ദേ കൺവേർട്ട് ദ മെക്കാനിക്കൽ സിഗ്നൽ ഇൻ ടു ദ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ, ദേ ആർ നോൺ ആസ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ. ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിളിന്റെ കേസിൽ പറയുകയാണെങ്കിൽ കപ്പാസിറ്റർ, ഇലക്ട്രോമാഗ്നറ്റിക്, ഇൻഡക്റ്റീവ്, പീസോ ഇലക്ട്രിക്, ഫോട്ടോവോൾട്ടൈക്, ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡക്ഷൻ. ഈ ഒരു 6 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. കപ്പാസിറ്റീവ്, ഇലക്ട്രോമാഗ്നറ്റിക്, ഇൻഡക്റ്റീവ്, പീസോ ഇലക്ട്രിക്. അത് നമുക്ക് എല്ലാം പഠിക്കാനില്ല, എന്നാലും ഒരു 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ലെവലിൽ നമുക്ക് പറയാം. ഒന്ന് കപ്പാസിറ്റീവ് ട്രാൻസ്ഡക്ഷൻ. കപ്പാസിറ്റീവ് ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ആയിട്ടാണ് നമ്മുടെ മെഷറൻറ്റ് എന്ത് ചെയ്യുന്നത്? അത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ക്വാണ്ടിറ്റീനെ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് റിസീവ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ആയിട്ടാണ്. ആ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് എന്തുകൊണ്ട് സംഭവിക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, C=ε0 A/D അല്ലേ? അപ്പം അതിൽ നമുക്ക് ഡിസ്റ്റൻസ് മാറ്റാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ പ്ലേറ്റിന്റെ ഏരിയ മാറ്റാം അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ഡൈഇലക്ട്രിക് മാറ്റാം. അപ്പം നമ്മൾ 2 ഫിക്സഡ് പ്ലേറ്റ് ഓഫ് ഏരിയ ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് നമുക്ക് മാറ്റാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഡൈഇലക്ട്രിക് മാറ്റാം. അങ്ങനെയാണ് ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ഒക്കർ ചെയ്യുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസ്ഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു കോയിൽ ഉണ്ട് അല്ലേ? ആ കോയിലിനെ നമ്മൾ ഫിക്സ്ഡ് ആക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഫിക്സ്ഡ് ആക്കി വെച്ചുകൊണ്ട് ആ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യാം. ഈ 2 കണ്ടീഷനിലും EMF ഇൻഡ്യൂസ് ആവും. ദ ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, അതിൽ മെഷറൻറ്റിനെ നമ്മൾ എന്താക്കിയാണ് കൺവേർട്ട് ചെയ്യുന്നത്? വോൾട്ടേജ്. ആ ഇൻഡ്യൂസ് ചെയ്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതല്ലേ നമ്മൾ ഫാരഡേസ് ലോ വെച്ച് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് കേൾക്കുമ്പോൾ എന്താ? വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മെഷറിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ബൈ ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ ബൈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ആ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന EMF അല്ലെ? ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ എത്ര EMF ആണ് ഉണ്ടായത് എന്ന് നോക്കി മെഷർ ചെയ്താണ് നമ്മൾ ഇവിടുത്തെ മെഷറിന്റെ നമ്മൾ കൊടുക്കുന്ന മെഷറിന്റെ ഇൻപുട്ടാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഫീൽഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയാം ഈ കണ്ടീഷനിൽ. കോയിൽ ഇസ് ബീയിങ് ഫിക്സഡ്. ഓക്കെ, അടുത്ത ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡക്ഷൻ. അപ്പം നമ്മൾ ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡക്ഷൻ ആകുമ്പോൾ ഈ പറഞ്ഞ ഒരു പാറ്റേൺ വെച്ചാണെങ്കിൽ മെഷറൻറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് ഇൻ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ കോയിൽ അങ്ങനെയല്ലേ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ കോയിലിൻ്റെ കോറ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യണം, അതിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കാരണം ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് ആ കോയിലിന് ഉണ്ടാവും. അപ്പോൾ ആ ചേഞ്ച് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡക്ഷൻ. പീസോ ഇലക്ട്രിക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരു മെക്കാനിക്കലി സ്ട്രെസ്, അവരൊരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവർ സം കൈൻഡ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡക്ഷനിൽ അതേ ഒരു മെക്കാനിസം ആണ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ക്വാണ്ടിറ്റീനെ ചേഞ്ച് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് Q ഓർ വോൾട്ടേജ് V, അവർ ഒരു ചാർജ് ജനറേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. വെൻ ദേ ആർ മെക്കാനിക്കലി സ്ട്രെസ്ഡ്, അവർ മെക്കാനിക്കലി ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ ഞാനൊരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ മേളിൽ ഒരു കല്ലെടുത്ത് വെക്കുന്നു, അപ്പോൾ അത് മെക്കാനിക്കലി സ്ട്രെസ്ഡ് അല്ലേ? ആ കണ്ടീഷനിൽ അതൊരു വോൾട്ടേജ് ഓർ ചാർജ് ഓർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ ഒരു ചാർജ് Qയോ വോൾട്ടേജ് Vയോ ആയിട്ടാണ് നമ്മുടെ മെഷറൻറ്റിനെ ഔട്ട്പുട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, മെഷറൻറ്റ് ഇസ് ഇൻപുട്ട്. ഇനി അടുത്ത അനലോഗ് ഓർ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. അനലോഗ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ നമ്പേഴ്സ് അല്ലേ? ഇപ്പം ഒരു ഒരു സ്ട്രെയിൻ ഗേജ്, ഒരു LVDT, ഒരു തെർമോകപ്പിൾ, ഒരു തെർമിസ്റ്റർ, ഇതൊക്കെ നമ്മൾ അനലോഗ് ട്രാൻസ്ഡ്യൂസർ ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താ? അവർ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓഫ് ടൈം ആയിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് തരുന്നത്. ഒരു ഇൻപുട്ട് ക്വാണ്ടിറ്റി ഓർ മെഷറൻറ്റിനെ ഒരു അനലോഗ് ഔട്ട്പുട്ട് വിച്ച് ഇസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓഫ് ടൈം ആയിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനലോഗ് ട്രാൻസ്ഡ്യൂസർ. ഡിജിറ്റൽ ആണെന്നുണ്ടെങ്കിൽ എന്താ? സീറോസ് വൺസ്, പൾസസിൻ്റെ ഫോമിൽ അങ്ങനെ കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയും? ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, അപ്പം അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് അനലോഗ് സർക്യൂട്ട്സ്, അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് LVDT, അതായത് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ് LVDT. പിന്നെ ഒരു സ്ട്രെയിൻ ഗേജ് പറഞ്ഞു, തെർമോകപ്പിൾ പറഞ്ഞു, തെർമിസ്റ്റർ പറഞ്ഞു. ഓക്കെ,
അടുത്തത് ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. അതും കൂടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. ട്രാൻസ്ഡ്യൂസർ എന്താ, ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യേണ്ടത്, ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. ബൈ അവിടെ ഉള്ള മെഷർമെൻറ്റ് എന്തായിരിക്കും, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പം എന്താ പറയുന്നത്, ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ടു എ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഒരു ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ ആയിട്ടുള്ള ആക്ട് ചെയ്യുന്നത്. കാരണം ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, കോസിങ് എ മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടെ ഒരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ഒരു വോൾട്ടേജ് അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്, അതൊരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ രണ്ട് ടൈപ്പായിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറുമായിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിളിൽ ഒരു മെക്കാനിക്കലി അണ്ടർ ദ മെക്കാനിക്കൽ സ്ട്രെസ് അതെന്ത് ചെയ്യുന്നു, ചാർജ് ക്യൂവിൻ്റെ ഫോമിലോ വോൾട്ടേജ് വിയുടെ ഫോമിലോ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് തരുന്നു അല്ലേ. അപ്പം അത്രയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് വാട്ട് ഇസ് ട്രാൻസ്ഡ്യൂസർ എന്നുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.